ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരു 12 സൂപ്പർ സ്റ്റാർസിനെ നമ്മളെ ഫിഫയിലത്തെ ഹൈസ്റ്റ് റേറ്റഡ് ആയിട്ടുള്ള 12 ആൾക്കാരെ നമ്മൾ ISLൽ 12 ടീമിലിടുന്നതായിരിക്കും. അത് ഞാനായിരിക്കില്ല, റാൻഡമായി നമ്മളെ സ്പിൻ ദ വീലായിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവില്ലേ. അപ്പം അതൊക്കെ അറിയുന്നതിന് മുമ്പ് എല്ലാവരും പോയിട്ട് താഴെ പോയിട്ട് എന്താ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി പൊട്ടിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഇനി നമ്മളെ സ്പിൻ ദ വീല് ഏതൊക്കെ ടീമിൽ ആരൊക്കെ ഇടുന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി നോക്കാം. അപ്പോൾ മറ്റു വരെ നമ്മളെ ഫസ്റ്റ് പ്ലെയർ വന്നിട്ടുള്ളത് ഗെയിമിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന നമ്മളെ കിലിയൻ എംബാപ്പെ, പിന്നെ നമ്മളെ ഏർലിംഗ് ഹാലൻഡ്, കെവിൻ ഡി ബ്രോയിൻ, ലയണൽ മെസ്സി, ബെൻസീമ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ടിബോ കോർട്ട വന്നിട്ടുണ്ട്, ഹാരി കെയ്ൻ വന്നിട്ടുണ്ട്, റോബർട്ട് ലെവൻഡോസ്കി, മുഹമ്മദ് സല, റൂബൻ ഡിയാസ്, വിനി ജൂനിയർ, റോഡ്രി. ഇത്ര ആൾക്കാർ നമ്മളെ 12 പ്ലേയേഴ്സ്. ഈ 12 പ്ലേയേഴ്സ് ആയിരിക്കും നമ്മളെ ISL ടീമിൽ 12 ടീമിലേക്ക് പോകുന്ന 12 പ്ലേയേഴ്സ് ഇവരായിരിക്കും. അപ്പോൾ ഇവരെ വെച്ച് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ സ്പിൻ ദ വീലായിരിക്കും തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പ്ലെയർ ഇപ്പം എംബാപ്പെ എന്ന് പറയും, അടുത്ത് നമ്മളെ പ്ലെയറിലേക്ക് പോവും. അങ്ങനെ അല്ല, എംബാപ്പെ എന്ന് പറയും, നമ്മളെ സ്പിൻ ദ വീലിൽ പോവും, ഞെക്കും. അതുപോലെ അടുത്ത പ്ലെയറിൻ്റെ പേരായിരിക്കും പറയുക, ഞെക്കും. അങ്ങനെയായിരിക്കും നമ്മൾ ടീം എന്തായാലും സെറ്റ് ചെയ്യുന്നുണ്ടാവില്ലേ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് പ്ലെയർ കിലിയൻ ഉമ്പാപ്പയെ നമ്മൾ ഏത് ടീമിലേക്കാണെന്ന് നമുക്ക് ജസ്റ്റ് ഇപ്പം അറിയാം. നമുക്ക് സ്പിൻ ചെയ്ത് നോക്കിയിട്ട് ഇപ്പം തന്നെ അറിയാൻ പറ്റുക കിലിയൻ എംബാപ്പെ എന്ന് പറയുന്നു. നമ്മളിതാ ഞെക്കാൻ സ്പിൻ ദ വീൽ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് നോക്കി നോക്കാം അതിന് ഏത് ടീമിലേക്കായിരിക്കും എംബാപ്പെ പോകുന്നതെന്നുള്ളത്. FC ഗോവയിലേക്കാണ് എന്തായാലും നമ്മളെ എംബാപ്പെ പോകുന്നത്. എംബാപ്പയ്ക്ക് ഗോൾ അടിക്കുക, എംബാപ്പയ്ക്കല്ല ഗോവയ്ക്ക് എന്തായാലും ഗോൾ അടിച്ചു. കാരണം എംബാപ്പേനെ പോലെ സ്ട്രൈക്കറെ കിട്ടിയില്ല. ഒന്നാം സ്ഥാനം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഹാളൻ്റെ കാര്യം വരുമ്പം ഹാളൻ്റെ പഞ്ചാബ് ലീഗിൽ കറൻ്റ്ലി ഒന്നും അല്ലെങ്കിലും ഇപ്പം അവർക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഏർലിംഗ് ഹാലൻഡിനെയാണ് പഞ്ചാബിന് കിട്ടിയിട്ടുള്ളത്. അടുത്ത പ്ലെയർ നമുക്ക് നോക്കുകയാണെങ്കിൽ കെവിൻ ഡി ബ്രൂയിനെയാണ്. കെവിൻ ഡി ബ്രൂയിൻ ഏത് ടീമിലേക്കാണ് നോക്കാം. അപ്പം കെവിൻ ഡി ബ്രൂയിൻ വന്നിട്ടുള്ളത് BFCയിലാണ്. ബി ആ BFCയിലേക്കാണ് കെവിൻ ഡി ബ്രൂയിൻ വന്നിട്ടുള്ളത്. നോക്കാം ബംഗളൂരിന് എന്തെങ്കിലും കാര്യമായിട്ട് നമ്മളെ ഡി ബ്രൂയിനെ KDBനെ വെച്ച് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അടുത്ത പ്ലെയർ ലയണൽ മെസ്സി. ഞാൻ എന്തായാലും നമ്മളെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. നോക്കാം സ്പിൻ ദ വീൽ നമുക്ക് തരുമോ, ആ ഭാഗ്യം ബ്ലാസ്റ്റേഴ്സിന് കിട്ടുമോ ഇല്ലത് നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയില്ല, മോഹൻ ബഗാൻ കിട്ടി. ഈ ചങ്ങായിമാർ റിയൽ ലൈഫിലായാലും ഒരുപോലെ തന്നെ സൂപ്പർ സ്റ്റാർസിനെ മാത്രമേ സൈൻ ചെയ്യുന്നതിൽ ഇവർ ശപഥം എടുത്തിട്ടുണ്ട്. അടുത്ത പ്ലെയർ നമ്മളെ കരീം ബെൻസിമയാണ്. കരീം ബെൻസിമ ഏത് ടീമിലേക്കാണ് നോക്കാം. കരീം ബെൻസിമ ഒഡീഷ FC. നമ്മളെ കരീം ബെൻസിമ ജോയിൻ ചെയ്യുന്നത്. ഒഡീഷ FC. നെക്സ്റ്റ് പ്ലെയർ നമുക്ക് ആരെ നോക്കിയിട്ട് ചെയ്യാം. നെക്സ്റ്റ് പ്ലെയർ എന്നുള്ളത് നമ്മളെ ടിബോ കോർട്ടയാണ്. ഇല്ലയിൽ വെച്ച് ആകെ ഒരു ഗോൾ കീപ്പർ ചെങ്ങായിയാണ്. ചെങ്ങായിനെ കിട്ടുന്നവരെ കാര്യം എന്തായാലും കഷ്ടം തന്നെയായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു അവസ്ഥയായിരിക്കും, അല്ലാത്ത അവസ്ഥയായിരിക്കും. ജംഷഡ്പൂരിനാണ് ഇപ്പോൾ നമ്മളെ ഒറ്റ GKയിൽ ജംഷഡ്പൂരിനാണ് കിട്ടിയിട്ടുള്ളത്. അവർക്ക് എങ്ങനെയായിരിക്കും എന്നറിയില്ല. ഞാൻ പ്രത്യേകിച്ച് അവർക്ക് വലിയ ഒരു ഹൈപ്പ് കൊടുക്കുന്നില്ല. അടുത്ത നമ്മളെ ഹാരി കെയ്ൻ ഏത് ടീമിലേക്കായിരിക്കും, അത് നമുക്ക് അടുത്ത് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ഹാരി കെയ്നെ നോക്കാം. സ്പിൻ ചെയ്തിട്ടുണ്ട്. ഗായ്സ് എന്നാൽ നിങ്ങൾ ഇത് കാണുന്നുണ്ട്, അതാ കേരള ബ്ലാസ്റ്റേഴ്സിലാണ്. രണ്ടാളും രണ്ടറ്റത്ത് നിൽക്കുന്നവരാണ് ട്രോഫീൻ്റെ കാര്യത്തിൽ. രണ്ടാൾക്കും ഇതുവരെ കരിയറിൽ ട്രോഫി വിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവർ രണ്ടാളും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ട്രോഫി വിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. കാരണം രണ്ടാൾക്കും ഇതുവരെ ക്ലബിലായാലും ബ്ലാസ്റ്റേഴ്സിനായാലും ട്രോഫി ഇല്ല, ഹാരി കെയ്നായാലും ട്രോഫി ഇല്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പ്ലെയർ വന്നിട്ടുള്ളത് ലെവൻഡോസ്കിയാണ് അടുത്ത പ്ലെയർ. ഏത് ടീമിലേക്കാണ് നമുക്ക് എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം. സ്പിൻ ചെയ്ത് നോക്കുമ്പം വരുന്നത് ചെന്നൈയിൻ FCയിലേക്കാണ് നമ്മളെ ലെവൻഡോസ്കി പോകുന്നത്. അടുത്ത പ്ലെയർ നമുക്ക് നോക്കിയിട്ട് എനിക്കൊന്ന് മുഹമ്മദ് സലയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അതെ ഗൈസ്, മുഹമ്മദ് സലയാണ്. അപ്പോൾ എന്തായാലും മുഹമ്മദ് സല ആയതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ടീം ഏതാണെന്ന് നമുക്ക് എന്തായാലും നോക്കാം.
അടുത്ത ടീം ചെക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഹൈദരാബാദ് FC നമ്മളെ മുഹമ്മദ് സല. റിയൽ ലൈഫിൽ അവരിപ്പോൾ കഷ്ടതയിൽ നിൽക്കുന്ന സമയമാണ്. എന്തായാലും അവർക്ക് സലയെന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ അടുത്ത പ്ലെയർ വരുന്നത് റൂബൻ ഡയാസ് ആണ്. റൂബൻ ഡയാസ് നമ്മളെ മാഞ്ചസ്റ്റർ സിറ്റീൻ്റെ. ഇപ്പോൾ ഏത് ക്ലബിലേക്കായിരിക്കും റൂബൻ ഡയാസ് പോകുന്നത്? അപ്പോൾ എന്തായാലും റൂബൻ ഡയസ് നമ്മളെ സിറ്റി ഫാമിലിയൊക്കെ തന്നെ. എന്താ വെച്ചാൽ നമ്മളെ മാഞ്ചസ്റ്റർ സിറ്റീൻ്റെ ഒരു ഭാഗമാണല്ലോ മുംബൈ സിറ്റി, ഇപ്പം ഏറ്റെടുത്തില്ല അവർ. അപ്പം ആ ഇതിലേക്ക് തന്നെയാണ് നമ്മളെ റൂബൻ ഡയാസ് പോകുന്നത്. നേരത്തെ വിനീഷ്യസും ഉണ്ട്, നമ്മളെ റോഡ്രിയും ഉണ്ട്. അപ്പോൾ ഒരാൾ ഒരു ടീമിലേക്ക്, ഒരാൾ ഒരു ടീമിലേക്ക്, രണ്ട് ടീമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വിനീഷ്യസ് പോകുന്നത് ഈസ്റ്റ് ബംഗാളിലേക്കാണ്. അടുത്ത പ്ലെയർ നമ്മളെ റോഡ്രി. എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റിലേക്ക് ആണെന്ന് അറിയിക്കാം. അതായത് ഞാൻ ഒന്നും കൂടി കറക്റ്റാം. റോഡ്രിയിലേക്ക് പോകും ഗൈസ്. റോഡ്രി ഇതാ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്കാണ് റോഡ്രി ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരൊക്കെ ടീമിൽ അസൈൻ ചെയ്തിട്ട് ഇവർ ലൈനപ്പിലേക്ക് ആഡ് ചെയ്യണ്ടേ, അത് ഞാൻ കാണിച്ചു തരാം എല്ലാവരും. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഹാരി കെയ്ൻ അതാ ഫ്രണ്ടിൽ കളിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ടീം വരുന്നത് നമ്മളെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. അതിൽ മെസ്സി ക്യാമായിട്ടാണ്. ഇവരുടെ ടീം അല്ലെങ്കിലേക്ക് ഇടുവാണ്. ഇപ്പം അതിനെക്കാട്ടിയും കുറച്ചും കൂടി മുന്നിലെത്തി. പിന്നെ നമ്മളെ മുംബൈ സിറ്റിയിൽ റൂബൻ ഡയാസ് ആണ്. സെൻറ്റർ ബാക്ക് ആയിട്ടാണ് റൂബൻ ഡയാസ് നമ്മളെ മുംബൈ സിറ്റിയിൽ കളിക്കുന്നത്. പിന്നെ അടുത്ത നമ്മളെ ടീം വരുന്നത് എനിക്ക് തോന്നുന്നു അവിടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. നോർത്ത് ഈസ്റ്റിൽ കളിക്കുന്നത് നമ്മളെ റോഡ്രിയാണ് സി ടീമിൽ കളിക്കുന്നത്. പിന്നെ ഒഡീഷയിൽ വരികയാണെങ്കിൽ ബെൻസീമ നമ്മൾ സ്ട്രൈക്കറായിട്ട് കളിക്കുന്നത്. പഞ്ചാബിൽ ഏർലിംഗ് ഹാലൻഡാണ് പഞ്ചാബിലുള്ളത്. പിന്നെ ബംഗളൂരിലേക്ക് വരികയാണെങ്കിൽ കെവിൻ ഡിബ്രൂയിനാണ് നമ്മളെ ബംഗളൂരിലുള്ളത്. പിന്നെ അടുത്ത ടീം നോക്കുകയാണെങ്കിൽ ചെന്നൈയിൻ എഫ് സിയിൽ ലെവൻഡോസ്കിയാണ് നമ്മളെ ചെന്നൈയിൻ എഫ് സിയിൽ വന്നിട്ടുള്ളത്. അടുത്ത ടീം നമ്മളെ ഈസ്റ്റ് ബംഗാളാണ്. ഈസ്റ്റ് ബംഗാൾ നമ്മളെ വിനീഷ്യസ് ജൂനിയറാണ് ഈസ്റ്റ് ബംഗാളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഈസ്റ്റ് ബംഗാളിന് വിനീഷ്യസിനെയാണ് കിട്ടിയത്. FC ഗോവയിലാണെങ്കിൽ കിലിയൻ എംബാപ്പയാണ് ഹയസ്റ്റ് റേറ്റഡ് പ്ലെയറാണ് ഗെയിമിൽ തന്നെ. എന്താവുമെന്ന് അറിയില്ല. പിന്നെ ഹൈദരാബാദിൽ മുഹമ്മദ് സലയാണ് ഹൈദരാബാദിലുള്ളത്. ഒരു ജംഷഡ്പൂരിലാണെങ്കിൽ നമ്മളെ ടിബ കോർട്ട, GK അവരാണ് നമ്മളെ ജംഷഡ്പൂരിൽ കിട്ടുന്നത്. ഇത്രയും നമ്മളെ ടീമിൽ പ്ലെയേഴ്സിന് ഇട്ടുള്ളത്. ഇനി നമുക്ക് നേരെ സീസൺ സിം ചെയ്തിട്ട് ബാക്കി കാര്യം നോക്കാം. വയസ്സ് നമ്മളെ സീസൺ ഇവിടെ എൻഡായിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ച പോലെയല്ല കാര്യം. നമ്മളെ 12ാം സ്ഥാനത്ത് നമ്മളെ ഹൈദരാബാദ് FC ആണുള്ളത്. സലേനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ബ്ലാസ്റ്റേഴ്സിൽ ഞാൻ വിചാരിച്ചു ഹാരി കെയ്ൻ കൂടി വരുമ്പോൾ പ്രത്യേകിച്ച് ഇവർക്ക് കപ്പലടിക്കാൻ പറ്റും. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു രണ്ടും കപ്പടിക്കാത്ത രണ്ട് ഭാരതന്മാരാണ്. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് സർപ്രൈസ് ആയത് ഈസ്റ്റ് ബംഗാളിൻ്റെയും FC ഗോവൻ്റെയും പഞ്ചാബിൻ്റെയാണ്. കാരണം ഇവർക്ക് മൂന്നാൾക്കും കിട്ടിയത് വൺ ഓഫ് ദി ഇപ്പോഴത്തെ ബെസ്റ്റ് പ്ലെയേഴ്സാണ്. എംബാപ്പെ ഉണ്ട്, ഹാളൻഡ് ഉണ്ട്, പിന്നെ ഈസ്റ്റ് ബംഗാളിലാണെങ്കിൽ വിനീഷ്യസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതും കിടിലൻ സ്ട്രൈക്കേഴ്സ് ഉണ്ടായിട്ട് ഈ മൂന്ന് ടീംസിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ മുംബൈ സിറ്റീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റൂബൻ ഡയാസ് എന്നിട്ട് അവർ 5ാം സ്ഥാനത്തെത്തി. പിന്നെ നമ്മളെ 4ാം സ്ഥാനത്ത് മെസ്സിൻ്റെ മോഹൻ ബഗാൻ, 3ാം സ്ഥാനത്ത് നമ്മളെ ലെവൻഡോസ്കിൻ്റെ ചെന്നൈയിൻ FC, 2ാം സ്ഥാനത്ത് നമ്മളെ ടിബ കോർട്ടൻ്റെ ജംഷഡ്പൂർ. എനിക്ക് വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ല. തുടക്കത്തിൽ പറഞ്ഞു ഇവർ ഔട്ടായി പോകുന്നല്ലോ. അങ്ങനെയൊന്നുമല്ല ഗൈസ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പിന്നെ ഒഡീഷ FC ആണ് 1ാം സ്ഥാനത്ത്. അതും കരീം ബെൻസിമേൻ്റെ ഒഡീഷ FC. ഗൈസ്, അപ്പോൾ നിങ്ങൾ ബാക്കി വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഇഷ്ടംപോലെ എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്നുണ്ട്, മുമ്പിട്ട വീഡിയോയെല്ലാം കാണുന്നുണ്ട്. പക്ഷെ ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. അതെന്താണ്? സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിന് കാരണം കമൻറ്റും കിട്ടൂടെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ? അതുപോലും ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്കിൻ്റെ സാധനമുണ്ട്, അതും ഞെക്കിക്കോ, കുഴപ്പമില്ല. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സെമി ഫൈനലിൽ വന്നിട്ടുള്ളത് ഒഡീഷ FC മോഹൻ ബഗാനോ പിന്നെ ചെന്നൈയിനും ജംഷഡ്പൂരും ആണ്. നിങ്ങൾക്ക് കാണാം റിസൾട്ട്. നമ്മൾ ഒഡീഷ FC ക്വാളിഫൈ ആയിട്ടുണ്ട് ഫൈനലിലേക്ക്. അതുപോലെ ജംഷഡ്പൂരിൻ്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയാനില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ നമ്മൾ വിചാരിക്കുന്നതിനെയും കാട്ടിയാണ് ഇതാ ഫൈനലിൽ അവർ തന്നെ ജയിച്ചു. ടിബോ കോർട്ടനെ വെച്ച് ആരും ജയിക്കില്ല എന്ന് പറഞ്ഞു, അവർ തന്നെ ജയിച്ചിട്ടുണ്ട്. ബാക്കി സ്ട്രൈക്കേഴ്സിനെയും ഡിഫൻഡറിനെയും മിഡ്ഫീൽഡറിനെയും കിട്ടിയ ഒരു ടീമിനും ഒരു പുണ്ണാക്കും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജംഷഡ്പൂരിൽ അത് ഒരു GK വെച്ച് അടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പ് സ്കോർ ആരാന്ന് നോക്കാൻ വന്നേരാന്ന് ഇത് കണ്ടിരുന്നത്. നമ്മളെ ഹാളൻഡ് 1ാം സ്ഥാനത്ത്. ഇവർ ഗോൾ അടിച്ച് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ എംബാപ്പെ ഗോൾ അടിച്ച് കൂട്ടിയിട്ടുണ്ട്. ഒരു കാര്യമില്ല, അവരുടെ ടീമിനെ പ്ലേ ഓഫിൽ കൂടി എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. പിന്നെ മെസ്സി ഉണ്ട് 9ാം സ്ഥാനത്ത്. പിന്നെ ബെൻസീമ, ഇവരൊക്കെ ഈ ടോപ്പ് 10 ലിസ്റ്റിൽ ഇവരൊക്കെ ഉണ്ട്. നമുക്ക് നോക്കേണ്ടത്
നമുക്കൊന്ന് അസിസ്റ്റ് നോക്കണം. അസിസ്റ്റിൻ്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഹാരി കെയ്ൻ ഉണ്ട്. ചങ്ങായിക്ക് ഗോൾ അടിക്കാനൊന്നും അധികം പറ്റിയിട്ടില്ല. എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ ദിമി അടിച്ചിട്ടുണ്ടാവും. നമ്മളെ ഹാരി കെയ്ൻ. അപ്പോൾ അസിസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്. ഇനി ചെക്ക് ചെയ്യേണ്ടത് നമ്മളെ ഗോൾ കീപ്പർ ഇതാ ടിബോ കോർട്ട് തന്നെയാണ്. ഇത് ക്ലീൻ ഷീറ്റിൻ്റെ കാര്യത്തിൽ എന്താണ് ഈ ചങ്ങായി കളിക്കുന്നത്? ഈ ചങ്ങായിനെ കൊണ്ട് മാത്രമാണ് നമ്മളെ ജംഷഡ്പൂർ ഒന്നാം സ്ഥാനത്തും, പക്ഷെ ഒന്നാം സ്ഥാനത്ത് എത്തിയില്ല, ലീഗിൽ മൂന്നാം സ്ഥാനത്തും പിന്നെ ISL കപ്പ് അടിച്ചത് ഈ ഒറ്റ ചങ്ങായിനെ കൊണ്ടാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ എന്താ ചെയ്യുക, താഴെ പോയിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ്. ബൈ.